UDF പൊരുതി നേടിയ വിജയമാണ് പാലക്കാട്ടേതെന്നാണ് ഷാഫി പറമ്പിൽ MP പറയുന്നത്. എല്ലാ കുപ്രചാരണങ്ങളെയും ജനങ്ങൾ തള്ളിക്കളഞ്ഞു. LDF സ്ഥാനാർത്ഥി P. സരിന് പാലക്കാട്ടെ MLAയുടെ ഓഫീസിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. പാലക്കാട്ടെ വിജയത്തിന് ശേഷം ഷാഫി പറമ്പിൽ പ്രതികരിക്കുകയാണ്. വിജയശില്പികളിൽ ഒരാളാണെന്ന് പറഞ്ഞാൽ ടീം വർക്കായിരുന്നു. എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് പാലക്കാടിന് വേണ്ടി നിന്നു, പാലക്കാട്ടെ ജയത്തിന് വേണ്ടി നിന്നു. പാർട്ടിയും നന്നായി പ്രിപ്പയർഡായിരുന്നു, മുന്നണിയും നന്നായിട്ട് പ്രിപ്പയർഡായിരുന്നു. പിന്നെ ആദ്യം ഉണ്ടായ ചെറിയ ചില അസ്വാരസ്യങ്ങൾ അത് ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. വാർത്തകളിലെ വലിപ്പം അതിന് ഗ്രൗണ്ടിലില്ല, വ്യക്തികൾക്കും അതുണ്ടാക്കിയവർക്കും അവരുണ്ടാക്കിയ പ്രശ്നങ്ങൾക്കും ഇല്ല എന്നുള്ളത് ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞു. അന്ന് എത്രത്തോളം നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ 23 ഞങ്ങൾ മറുപടി വരുമ്പോൾ കാണുന്നത് അത് വെറുതെ ഒരു ചിലരൊക്കെ 3-ാം സ്ഥാനത്തേക്ക് ഞങ്ങളാക്കിയത് പോലത്തെ ഒരു പറച്ചിലായിരുന്നില്ല. ജനങ്ങളുടെ യഥാർത്ഥ പൾസ് അറിഞ്ഞ് ഞങ്ങൾ പറഞ്ഞതായിരുന്നു. സരിനെ ഓഫീസിലേക്ക് വരണമെന്ന് പറഞ്ഞ ഒരാളാണ്. എന്താ അവസാനം സരിനോട് പറയാനുള്ളത്? അല്ല, അതിലൊന്നും ഞാൻ ഇപ്പോൾ ഓഫീസ് ഇനിയിപ്പം എൻ്റെ ഓഫീസല്ല, ഇവിടെ പാലക്കാട് MLAയുടെ ഓഫീസ് ഉണ്ടാവും. ആ ഓഫീസിലേക്ക് ആർക്കും വരാം. അതിലൊന്നും ആരെയും തടയില്ല. പാലക്കാടിന് ഗുണമുള്ള കാര്യങ്ങളാണ്, ജനങ്ങളുടെ ആവശ്യങ്ങളാണ്, നാടിന്റെ വികസന കാര്യങ്ങളാണ്. അതിനുവേണ്ടി തുറന്നു വെക്കുന്ന ഓഫീസാണ്. അവിടെ ആർക്കും വരാം. രാഹുലിനെ അങ്ങനെ ഉപദേശിച്ച് ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൽ നിന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആളുകളുടെ ഒരു ജനങ്ങളുമായിട്ടുള്ള കണക്ടിവിറ്റി പൊളിറ്റിക്സിൽ വളരെ പ്രധാനമാണ്. ജയപരാജയങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇത്രയും വലിയ വിശ്വാസമാണ് ജനങ്ങൾ അർപ്പിക്കുന്നത്. അപ്പോൾ ആ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനുമുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ആളാണ് അയാൾ. അതിൻ്റെ ഒരു രാഷ്ട്രീയ ബോധം അയാൾക്കുണ്ട്, അതിൻ്റെ ഒരു സംഘടനാ പരിചയം അയാൾക്കുണ്ട്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അയാൾ പുതിയ ഒരു ചുവട് വെക്കുകയാണ്. ജനങ്ങളെ മറക്കാതെ മുന്നോട്ട് പോയാൽ നമുക്ക് തീർച്ചയായിട്ടും കേരളത്തിന് പ്രതീക്ഷയോടെ നോക്കിക്കാണാൻ കഴിയാവുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അയാൾക്കൊരു ഉപദേശത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ പാലക്കാട് ഞാനൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അയാൾക്ക് വേറെയും സീറ്റ് ചിലപ്പം കിട്ടുമായിരിക്കും, വേറെ ഒന്ന് മത്സരിക്കും. പക്ഷെ പാലക്കാട് പോലൊരു സ്ഥലത്ത് ജനപ്രതിനിധിയാവാന്ന് പറഞ്ഞാൽ തുടക്കം തന്നെ സ്റ്റാർട്ടിങ് കിട്ടുക എന്നുള്ളത് അതൊരു ഭാഗ്യം. അപ്പോൾ അത് കാരണം ജനങ്ങൾ അത്രയും സിൻസിയറായി ഇഷ്ടപ്പെട്ട തിരിച്ചതേപോലെ നമ്മളിപ്പോൾ ഓരോരുത്തരുടെയും വീട്ടിലെ കാര്യങ്ങൾ ചെന്ന് നേരായി കൊടുത്തിട്ടൊന്നുമല്ല. പൊതു ഇടപെടലുകളോട് അവർക്ക് തോന്നുന്നൊരു അടുപ്പം വ്യക്തിപരമായി നമുക്ക് കിട്ടുന്നൊരു സ്നേഹമായിട്ടും കൂടെ മാറുന്നത് എനിക്ക് പാലക്കാട്ട് വലിയൊരു അനുഭവം. എനിക്ക് അതിനകത്തൊരു അഭിമാനം തോന്നുന്നു. ഇപ്പം ഒരു 13 വർഷം ഒരു ജനപ്രതിനിധിയായിട്ടുള്ള സ്ഥലത്ത് വേറൊരാൾ വന്ന് മത്സരിക്കുമ്പം അയാൾക്ക് നമ്മളെ കൊണ്ട് 10 വോട്ട് നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിപ്പം നിങ്ങൾ മാധ്യമങ്ങളാണെങ്കിലും അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ ചുമതലയുള്ള നേതാക്കന്മാരൊക്കെ ചെല്ലുമ്പോഴാണെങ്കിലും പാലക്കാട്ടേരൊരു വാക്ക് നല്ലത് പറയുമ്പം അത് ജയത്തെക്കാളും ഭൂരിപക്ഷത്തെക്കാളും പദവിയേക്കാളും ഒക്കെ വലിയൊരു അംഗീകാരമാണ്. അപ്പോൾ എല്ലാ നിലക്കും എനിക്ക് തോന്നുന്നു പാലക്കാടിന് വളരെ സ്യൂട്ടബിളായിട്ടുള്ള ഫിറ്റായിട്ടുള്ള ഒരാളാണ് വന്നിട്ടുള്ളത്. പിന്നെ എനിക്കൊരു ഉപദേശം കൊടുക്കാനുള്ളത് ഇടയ്ക്ക് പഴയ MLAനെ ഒന്ന് ഓർക്കണം എന്നുള്ളത് മാത്രമാണ്. എന്തായാലും വലിയ അഭിമാനം പോകുന്നത് ആത്മവിശ്വാസവും തന്നെയാണ് ടീം ലീഡർമാരിൽ ഒരാളായ ഷാഫി പറമ്പിൽ പങ്കുവച്ചത്. സഞ്ജു പറ്റമനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, പാലക്കാട്.